അമേരിക്കയിൽ ജോലി ചെയ്യുന്ന H1B വിസക്കാരായ പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അങ്ങേയറ്റം ആശ്വാസകരവും നിർണായകരവുമായ ഒരു പുതിയ ഇമിഗ്രേഷൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. H1B വിസ സ്റ്റാമ്പിങ്ങിനായി ഇനി മുതൽ ഇന്ത്യയിലേക്കോ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ യാത്ര ചെയ്യേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരിക്കുകയാണ്. വിസ പുതുക്കുന്നതിനായി അമേരിക്കയ്ക്കുള്ളിൽ വെച്ച് തന്നെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് നൽകുന്ന ഡൊമസ്റ്റിക് വിസ റിന്യൂവൽ അഥവാ സ്റ്റേറ്റ് സൈഡ് H1B വിസ റിന്യൂവൽ എക്സ്പാൻഷൻ 2026 കൂടുതൽ മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് സമഗ്രമായി വ്യാപിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകൾക്കും മറ്റ് വിദഗ്ധ തൊഴിലാളികൾക്കും പതിറ്റാണ്ടുകളായി നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദങ്ങളിൽ ഒന്നായിരുന്നു വിസ സ്റ്റാമ്പിംഗ്. അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് തങ്ങളുടെ H1B വിസ പെറ്റീഷൻ അഥവാ ഫോം I-797 അംഗീകരിച്ചാലും വിസയുടെ കാലാവധി കഴിയുമ്പോൾ പാസ്പോർട്ടിൽ പുതിയ വിസ ഫോയിൽ ലഭിക്കണമെങ്കിൽ ഇന്ത്യയിലെ ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി തുടങ്ങിയ US കോൺസുലേറ്റുകളിൽ നേരിട്ടെത്തി ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ നാട്ടിൽ പോയി വിസ സ്റ്റാമ്പ് ചെയ്യുന്ന വേളയിൽ കോൺസുലർ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള ദീർഘനാളത്തെ കാത്തിരിപ്പ്, അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന 221G അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസിംഗ് വൈകലുകൾ, വിസ സ്റ്റാമ്പിംഗ് വൈകുന്നത് കാരണം അമേരിക്കയിലെ ജോലി നഷ്ടപ്പെടാനുള്ള ഭയം, കുടുങ്ങിപ്പോകുന്ന കുടുംബങ്ങളിലെ പ്രതിസന്ധികൾ എന്നിവ ഒട്ടനവധി മലയാളി കുടുംബങ്ങളെയാണ് പ്രതികൂലമായി ബാധിച്ചിരുന്നത്. എന്നാൽ ഈ ആവശ്യ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്ന രീതിയിലാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നയപരമായ തിരുത്തലുകൾ എത്തിയിരിക്കുന്നത്. 2026 കൂടുതൽ വിപുലീകരിച്ച ഈ പുതിയ പദ്ധതി അനുസരിച്ച് നിർദ്ദിഷ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന H1B വിസക്കാർക്ക് അമേരിക്കയിൽ നിന്നും പുറത്തു കടക്കാതെ തന്നെ തങ്ങളുടെ പാസ്പോർട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡെമോക്രാറ്റിക് പ്രോസസിംഗ് സെന്ററിലേക്ക് അയച്ചുകൊടുത്ത് വിസ പുതുക്കി വാങ്ങാവുന്നതാണ്. 2026 കൂടുതൽ വിപുലീകരിച്ച ഈ പുതിയ പദ്ധതി അനുസരിച്ച് നിർദ്ദിഷ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന H1B വിസക്കാർക്ക് അമേരിക്കയിൽ നിന്നും പുറത്തു കടക്കാതെ തന്നെ തങ്ങളുടെ പാസ്പോർട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെമോക്രാറ്റിക് പ്രോസസിംഗ് സെന്ററിലേക്ക് അയച്ചുകൊടുത്ത് വിസ പുതുക്കി വാങ്ങാവുന്നതാണ്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി പ്രാഥമികമായി പാലിക്കേണ്ട പ്രധാന യോഗ്യതകൾ താഴെ പറയുന്നവയാണ്. ഒന്നാമതായി, അപേക്ഷകൻ നിലവിൽ അമേരിക്കയിൽ നിയമപരമായ H1B വിസ സ്റ്റേറ്റസിൽ തുടരുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമതായി, നിങ്ങളുടെ കൈവശം USCIS അംഗീകരിച്ച സാധുതയുള്ള ഫോം I-797 അപ്രൂവൽ നോട്ടീസ് ഉണ്ടായിരിക്കണം. മൂന്നാമതായി, മുൻപ് ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ US എംബസിയിൽ നിന്നും വിസ സ്റ്റാമ്പ് ചെയ്തപ്പോൾ അപേക്ഷകന്റെ ബയോമെട്രിക് വിവരങ്ങൾ അഥവാ ഫിംഗർ പ്രിന്റുകൾ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. നാലാമതായി, മുൻകാലങ്ങളിൽ വിസ നിഷേധിക്കപ്പെടുകയോ ഇമിഗ്രേഷൻ ചട്ടലംഘനങ്ങൾ നേരിടുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തിയായിരിക്കണം. അപേക്ഷാ നടപടികൾ തികച്ചും സുതാര്യവും ഡിജിറ്റലുമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. യോഗ്യരായ അപേക്ഷകൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈൻ ഫോം DS-160 സമർപ്പിക്കുകയും നിശ്ചിത വിസ ഫീസ് ഒടുക്കുകയും വേണം. തുടർന്ന് തങ്ങളുടെ യഥാർത്ഥ പാസ്പോർട്ട്, ഫോം I-797 അപ്രൂവൽ കോപ്പി, നിലവിലെ തൊഴിൽ സ്ഥിരീകരിക്കുന്ന രേഖകൾ, സമീപകാല ഫോട്ടോ എന്നിവ നിർദ്ദിഷ്ട സുരക്ഷിത കൊറിയർ സർവീസ് വഴി വാഷിംഗ്ടൺ DC-യിലുള്ള പ്രോസസിംഗ് സെന്ററിലേക്ക് അയച്ചു കൊടുക്കണം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൽ പുതിയ വിസ ഫോയിൽ പതിച്ച് സുരക്ഷിതമായി നിങ്ങളുടെ അമേരിക്കൻ വിലാസത്തിലേക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. ഇതുവഴി നാട്ടിലേക്ക് അടിയന്തര യാത്രകൾ ചെയ്യേണ്ടി വരുമ്പോഴോ കുടുംബപരമായ ആവശ്യങ്ങൾ വരുമ്പോഴോ വിസ സ്റ്റാമ്പിംഗ് തടസ്സമാകുമോ എന്ന ഭയം കൂടാതെ യാത്ര ചെയ്യാൻ പ്രവാസി മലയാളികൾക്ക് സാധിക്കും. എന്നാൽ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുമ്പോൾ മലയാളികൾ ചില പ്രധാന മുന്നറിയിപ്പുകൾ കൂടി ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് സൈഡ് റിന്യൂവൽ പ്രക്രിയ നടക്കുമ്പോൾ അപേക്ഷകൻ അമേരിക്കൻ അതിർത്തികൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. പാസ്പോർട്ട് റിന്യൂവലിനായി അയച്ച ശേഷം അമേരിക്കയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസത്തെ സാധുത ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാഫിക് കേസ് ലംഘനങ്ങളോ ടാക്സ് ഫയലിംഗിൽ ഗുരുതരമായ തെറ്റുകളോ ഇമിഗ്രേഷൻ സംബന്ധമായ ക്രിമിനൽ പശ്ചാത്തലങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം കേസുകൾ ഡൊമസ്റ്റിക് പ്രോസസിംഗിൽ നിരസിക്കപ്പെടാനും നിങ്ങളെ നേരിട്ടുള്ള കോൺസുലർ ഇന്റർവ്യൂവിന് നിർദ്ദേശിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ രേഖകളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. H1B വിസക്കാരായ പങ്കാളികൾക്കും കുടുംബങ്ങൾക്കുമായി H4 വിസ സ്റ്റാമ്പിംഗ് പ്രക്രിയയിലും സമാനമായ ഇളവുകൾ ഭാവിയിൽ വിപുലീകരിക്കാൻ അമേരിക്കൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മലയാളി കുടുംബങ്ങൾക്ക് അമേരിക്കയിൽ കൂടുതൽ സ്ഥിരതയും തൊഴിൽ സുരക്ഷിതത്വവും നൽകുന്നു. അമേരിക്കൻ ഇമിഗ്രേഷൻ വാർത്തകളും വിസ അപ്ഡേറ്റുകളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.